In this one, we will be discussing about breakout trading. Breakout trading എല്ലാവർക്കും അറിയാം എന്താണ് ബ്രേക്കൗട്ട് എന്നുള്ളതൊക്കെ അറിയാം. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഒരു മാർക്കറ്റ് അതിൽ പ്രൈസ് ഇങ്ങനെ ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു സപ്പോർട്ടാണെന്ന് കരുതുക, മുകളിൽ റെസിസ്റ്റൻസ് ഉണ്ടെന്ന് കരുതുക. അതിൻ്റെ അകത്ത് മാർക്കറ്റിംഗ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ അറ്റ് സർട്ടൻ പോയിന്റ് വി ഗെറ്റ് എ ന്യൂ കാൻഡിൽ ബിനീത് ദിസ് സോൺ. ഇതുവരെ ഈ സോണിൽ ഓവർലാപ്പ് ചെയ്തിട്ടൊക്കെയാണ് ക്യാൻഡിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നെങ്കിൽ വി ഗെറ്റ് എ വെരി ക്ലീൻ ക്യാൻഡിൽ. താഴെക്കാണെങ്കിൽ റെഡ് ക്ലീൻ ക്യാൻഡിൽ നമുക്കിവിടെ കിട്ടുന്നത് വിത്ത് നോട്ട് മച്ച് സിഗ്നിഫിക്കൻറ്റ് വിക്സ്. അപ്പം എന്താ അതൊരു വി കൺസിഡർ ഇറ്റ് ആസ് എ ബ്രേക്ക് ഡൗൺ. വി കൺസിഡർ ഇറ്റ് ആസ് എ ബ്രേക്ക് ഡൗൺ. വി യൂസ് ബ്രേക്ക് ഡൗൺ ഫോർ when market is going down, and when we use breakouts for when market is going out of a zone. ഒരു സോൺ ക്ലിയർ ചെയ്തിട്ട് മുകളിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ബ്രേക്ക് ഔട്ട് എന്ന് വിളിക്കുന്നു. ഒരു സോൺ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരുന്നതിന് നമ്മൾ ബ്രേക്ക് ഡൗൺ എന്ന് വിളിക്കുന്നു. പക്ഷേ ജനറലി ഈ രണ്ടെണ്ണത്തിനെ നമ്മൾ ബ്രേക്ക് ഔട്ട് എന്നും പ്രതിപാദിക്കില്ല. രണ്ട് സൈഡിലേക്കും ആക്ച്വലി ബ്രേക്ക് ഔട്ട്സാണ് നടക്കുന്നത്. പക്ഷേ ഏത് സൈഡിലേക്കാണ് ബ്രേക്ക് ഔട്ട് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ബ്രേക്ക് ഔട്ട് എന്ന ഭാഗം അല്ലെങ്കിൽ ബ്രേക്കപ്പ് എന്ന് പറയാം. ഇറ്റ്സ് ഗെറ്റിംഗ് ബ്രേക്ക് മുകളിലേക്ക് ബ്രേക്ക് പോകുന്നു, താഴേക്ക് ബ്രേക്ക് ഡൗൺ ആവുന്നു. ഇതിനെ രണ്ടും റെഫർ ചെയ്യുന്നതാണ് ബ്രേക്ക് ഔട്ട്. ഫൈൻ. സോ ബ്രേക്ക് ഔട്ട് സ്ട്രാറ്റജിയിൽ വളരെ രസകരമായിട്ടുള്ളൊരു ഒരു മെത്തേഡാണ്. ആക്ച്വലി ഇറ്റ്സ് വളരെ പഴക്കം ചെന്നൊരു മെത്തേഡാണ്. എന്നാൽ സ്റ്റിൽ സം ട്രേഡേഴ്സ് യൂസ് ഇറ്റ്. ഇതിനെ നമുക്ക് ആക്ച്വലി ഇറ്റ്സ് നെയിം ഇസ് ഡോങ്കിയം ബ്രേക്ക് ഔട്ട് മെത്തേഡ്. ഡോങ്കിയം ബ്രേക്ക് ഔട്ട് മെത്തേഡ് ആക്ച്വലി റിച്ചാർഡ് ഡോങ്കിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ സംഭാവനയാണ്. റിച്ചാർഡ് ഡോങ്കിയൻ. ഇതിന് മറ്റൊരു പേരുണ്ട്. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് 4-week ബ്രേക്ക് ഔട്ട് സിസ്റ്റം. എന്താണ് ഇതിനെ 4-week ബ്രേക്ക് ഔട്ട് സിസ്റ്റം എന്ന് വിളിക്കുന്നത് നോക്കാം. ഇത് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ടേക്ക് ഹിയർ ഫോർ ഇൻസ്റ്റൻസ്, പ്രീവിയസ് 4 വീക്കിലെ ഹൈ ഓർ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇഫ് മാർക്കറ്റ് ബ്രേക്സ് ദ പ്രീവിയസ് വീക്ക്ലി ടൈം ഫ്രെയിമിൽ പ്രീവിയസ് 4 വീക്കിലെ ഹൈ ഓർ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡയറക്ഷനിലേക്ക് നമുക്ക് ട്രേഡ് എടുക്കാമെന്നാണ് ഇവർ പറയുന്നത്. ദ ഡോങ്കിയൻ, അത് പ്രൊണൗൺസിയേഷൻ എങ്ങനെയാണ് കറക്റ്റ് എന്ന് അറിയില്ല, പേരാണ് എനിക്കറിയില്ല പ്രൊണൗൺസിയേഷൻ. ബട്ട് ദ റിച്ചാർഡ് ബ്രേക്ക്ഔട്ട് മെത്തേഡ്, ഡോങ്കിയൻ ബ്രേക്ക്ഔട്ട് മെത്തേഡ് ഓർ 4-week ബ്രേക്ക്ഔട്ട് സിസ്റ്റം ഓർ മെത്തേഡ് എന്നൊക്കെ നമുക്ക് വിളിക്കും. അപ്പോൾ കൺസെപ്റ്റ് ക്ലിയർ ആയില്ലേ? ഒരു ക്യാൻഡിൽ, സപ്പോസ് നമ്മൾ ഈ ക്യാൻഡിൽ എടുക്കുന്നു. ഓക്കെ, മൺഡേ മാർച്ച് 3 ഈ ക്യാൻഡിൽ നമ്മൾ എടുത്തു. സോ ദിസ് ക്യാൻഡിൽ ഐ ടെൽ യു വാട്ട്സ് ഹാപ്പനിങ് ഹിയർ. നമുക്കൊരു പ്രീവിയസ് ക്യാൻഡിൽ എത്രയാണ്? 1 2 3 4. ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുന്നില്ല. എൻ്റെ ഇവിടുന്ന് 1 2 3 4 ഇതിന് റെഫറൻസ് ആയിട്ട് എടുക്കുക. 1 2 3 4 ഈ 4 വീക്സ് എടുക്കുക. ഇതാണ് ഹൈ. ഐ വിൽ മാർക്ക് ഇറ്റ് ഫോർ യുവർ കൺവീനിയൻസ്. ഇതാണ് ഹൈ. ഓക്കെ, ഫൈൻ. അപ്പോൾ 1 2 3 4 ഇതിൻ്റെ ഹൈ ബ്രേക്ക് ആയ സമയത്ത് വി ക്യാൻ ഗോ ഫോർ എ അപ്സൈഡ് ട്രേഡ്. അതാണ് റിച്ചാർഡ് ഡോങ്കിയൻ മെത്തേഡ്. ഓക്കെ, ഇതിവിടെ ബ്രേക്ക് ചെയ്തു. നമ്മളിവിടെ ട്രേഡ് എൻട്രി ചെയ്യാണ്. ഇപ്പോൾ സപ്പോസ് നമ്മൾ ഡെറിവേറ്റീവിലാണ് ട്രേഡ് എടുക്കുന്നതായിരുന്നു. ഞാനതൊന്ന് വർക്കൗട്ട് ചെയ്യാം. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹൈ ബ്രേക്ക് ചെയ്തിരിക്കുന്നു എന്ന് 21 ഏപ്രിലിന് നമ്മളൊരു പൊസിഷൻ എടുത്തു. മേ ബി വി വെയിറ്റഡ് ഫോർ മാർക്കറ്റ് ടു കം ടു ദിസ് ലെവൽ ഫോർ ടേക്കിംഗ് എ പൊസിഷൻ. നമ്മൾ ഈ സൈഡിലേക്ക് മെയ് 5 മാർക്കറ്റ് ഈ പൊസിഷനിലേക്ക് വന്ന സമയത്ത് വി ടു ഗെറ്റ് ട്രേഡ്. 5 മെയ്ന് ട്രേഡ് എടുത്തു. 1 2 3 4 അതും ബ്രേക്ക് ചെയ്തപ്പോൾ നമ്മളത് ഹോൾഡ് ചെയ്യാണ്. അപ്പം മൺഡേ 5 നമ്മളൊരു ട്രേഡ് എടുത്തു. ഞാൻ അത് പ്രൈസ് ചാർട്ടിൽ കാണിച്ചു തരാം. സോ അക്കോർഡിംഗ് ടു ദ ഫിഗർ നമ്മളൊന്ന് മാർക്ക് ചെയ്യാണ്.
ഏപ്രിൽ 25 നിഫ്റ്റിയിൽ നമ്മളെ 4 വീക്ക് ബ്രേക്ക് ഔട്ട് സിസ്റ്റം പ്രകാരമുള്ള ബ്രേക്ക് ഔട്ട് നടക്കുന്നത്. എന്നാൽ സപ്പോസ് നമുക്ക് ആ ബ്രേക്ക് ഔട്ടിൽ കറക്റ്റ് എൻട്രി കിട്ടിയില്ല, അപ്പോൾ നമ്മൾ പ്രൈസ് തിരിച്ച് അങ്ങോട്ട് തന്നെ ഒന്നുകൂടെ വരാൻ കാത്തിരിക്കുന്ന സമയത്ത് 12 മെയിലെ ആ പ്രൈസ് ആ റീജിയനിലേക്ക് എക്സാക്ട്ലി വന്നിട്ടുണ്ട്. രണ്ട് സിനാരിയോ എടുക്കാം. ഒന്ന് ഇവിടുന്ന് എൻട്രി ചെയ്യുന്ന സിനാരിയോ, ഈ സമയത്ത് എൻട്രി ചെയ്യുന്ന. രണ്ടാമത്തെ സിനാരിയോ ഇവിടുന്ന് തന്നെ എൻട്രി കൊടുക്കുന്ന സിനാരിയോ. അതിന് നമുക്ക് പ്രൈസ് ചാർട്ട്സ് നോക്കാം. ഇപ്പം നമുക്ക് ഡേറ്റ്സ് ഉണ്ട്. ഓക്കെ, പ്രൈസ് ചാർട്ടൊക്കെ നോക്കാം. 21 ഏപ്രിലിൽ മുകളിലേക്ക് മാർക്കറ്റ് പോകുന്നത് അപ്പോൾ സി ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, 21 ഏപ്രിലാണ് നോക്കുന്നത്. 21 ഏപ്രിൽ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ. ഓക്കെ, അപ്പോൾ 21 ഏപ്രിലാണ് ബ്രേക്ക് ഔട്ട് നടക്കുന്നത്. പ്രൈസ് അപ്പം നിൽക്കുന്നത് 1056 സി നിൽക്കുന്നത്. ഓക്കെ, ഫൈൻ. നമ്മൾ ആ ദിവസം തന്നെ, അല്ലെങ്കിൽ ആ ദിവസം ടുവേർഡ്സ് ദ എൻഡ് തന്നെ, മാർക്കറ്റ് അവസാനിക്കാനൊരു 5 മിനിറ്റ് മുമ്പ് തന്നെ നമുക്ക് മനസ്സിലായി ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ട്. ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ടെന്നുള്ളത് ഇവിടുന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ഓക്കെ, ഇതിന് ക്ലിയർലി ഇത് ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട്. ഒരു ക്ലിയർ കട്ട് ബ്രേക്ക് ഔട്ട് അവിടെ നടന്നിട്ടുണ്ട്. ഇതിൻ്റെ ഹൈനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഇവിടെയാണ് ഓൾമോസ്റ്റ് നിൽക്കുന്നത്. നമുക്കറിയാം ബ്രേക്ക് ഔട്ട് സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ അന്ന് തന്നെ ഒരു പൊസിഷൻ എൻട്രിയാണ് 21 ഏപ്രിലിൽ. സപ്പോസ് നമ്മൾ 1063 എൻട്രി ചെയ്തു. 1063 മീൻസ് 75,000 സംതിങ് ആയി. അപ്പോൾ അന്ന് നമ്മൾ എൻട്രി ചെയ്തു. പിന്നെ നമുക്ക് പിറ്റേ ദിവസം പ്രൈസ് കിട്ടുന്നത് 1227 ഓൾമോസ്റ്റ് 200 റുപ്പി. 200 റുപ്പി എന്ന് പറയുമ്പോൾ അല്ല, എത്ര ഡിഫറൻസ് ഉള്ളത് നമുക്കിപ്പോൾ നോക്കാം. നമുക്കിത് കാണുന്നില്ല, ഫിഗർ കാണുന്നില്ല. 1041, ഞാനത് ഇവിടെ നിന്ന് മാർക്ക് ചെയ്ത് വെക്കാം. 1041 1041 ഓക്കെ. സോ അറൗണ്ട് 1056 41 സംതിങ്ങിലാണ് നമ്മൾ എൻട്രി എടുത്തത്. പിറ്റേ വീക്കിൽ അത് എൻട്രി ചെയ്യുന്നത് 1022 1222 അത് ഏറ്റവും ഹൈ വരെ എത്ര പോയി? 1400 വരെ പോയി. ഓക്കെ, 1400 വരെ പോയി. നമ്മളത് ഫൈൻ, നമ്മൾ അവിടുന്ന് സ്റ്റോപ്പ് ചെയ്യുന്നില്ല. നമ്മൾ പിന്നെ ഒരു റെഡ് ക്യാൻഡിൽ വന്നു. പക്ഷേ റെഡ് ക്യാൻഡിൽ പ്രീവിയസ് വീക്കിലെ ലോയിനെ ഭേദിച്ചിട്ടില്ല. നമ്മൾ വെയിറ്റ് ചെയ്തു. വി ഗോട്ട് എ ഗുഡ് ക്യാൻഡിൽ. 1659 കിട്ടി. ഫസ്റ്റ് വീക്കിൽ തന്നെ നമുക്ക് 1200 സംതിങ് കിട്ടി. തേർഡ് വീക്ക്, ഫോർത്ത് വീക്കിൽ നമുക്ക് 1689 കിട്ടി. 1689. സോ ഇതിൽ തമ്മിലുള്ള ഡിഫറൻസ് ഓൾമോസ്റ്റ് 200 കൂട്ടാം. സോ ഒരു വീക്കിൽ വി ആർ ഗെറ്റിംഗ് 15,000 റുപ്പീസ് ഒരു വീക്കിൽ. സോ പെർ ഡേയിൽ സം 2000 സംതിങ് വെച്ചിട്ടല്ലേ നമുക്ക് കിട്ടുന്നുണ്ട്. എന്നാൽ ഫോർത്ത് വീക്ക്, ഒരു മാസത്തെ കണക്കെടുത്ത് കഴിഞ്ഞാൽ 1689 മൈനസ് 1041 8 4 around
അറൗണ്ട് 63,600 റുപ്പീസ് നമുക്ക് അവിടെ പ്രോഫിറ്റ് മാത്രമായിട്ട് 1 ലോട്ടിൻ്റെ മേലെ കിട്ടുന്നുണ്ട്. ജസ്റ്റ് 1 ലോട്ടിൻ്റെ മേലെ. സോ എന്നാൽ ഇവിടുന്ന് നമ്മൾ സ്റ്റോപ്പ് ചെയ്തില്ല കരുതാം. നമ്മൾ ഇവിടുന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. 1069 അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. വി ആർ വെയിറ്റിംഗ്. ഇതിൻ്റെ ലോയിനെ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇതിൻ്റെ ലോയിനെ, ഈ വീക്ക്ലി ലോയിനെ ബ്രേക്ക് ചെയ്തിട്ടില്ല. മാർക്കറ്റ് എന്താ സംഭവിക്കുന്നത്? അതിൻ്റെ ലോയിനെ ബ്രേക്ക് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, മാർക്കറ്റ് പിന്നെ കയറി പോവാണ്. അങ്ങോട്ട് 1800ലേക്ക് കയറി പോവാണ്. 1800ലേക്ക് കയറി പോയി. പിന്നെന്തുണ്ടായത്? നമ്മൾ പ്രീവിയസ് ലോയിനെ ബ്രേക്ക് ചെയ്തിട്ടില്ല. 4 വീക്കത്തിൽ ലോയിനെ ബ്രേക്ക് ചെയ്തിട്ടില്ല. അതിൻ്റെ ഓൾമോസ്റ്റ് അടുത്ത് വരുത്തി. എന്നാൽ ഈ ക്യാൻഡിൽ പ്രീവിയസ് ലോയെ ബ്രേക്ക് ചെയ്തു. 1, 2, 3, 4 ഇതാണ് പ്രീവിയസ് ലോ. അതിനെ ബ്രേക്ക് ചെയ്തു. അപ്പോൾ അതിന് ബ്രേക്ക് ചെയ്ത സമയത്ത് പ്രൈസ് 1190. നമ്മൾ എൻ്റർ ചെയ്ത് എത്ര? 1000. നമ്മൾ എൻ്റർ ചെയ്തത് 1041. അപ്പോഴും അറൗണ്ട് സം 50 പോയിന്റ് മുന്നിൽ തന്നെയാണ് അപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് പ്രീവിയസ് ഇതിൽ ബ്രേക്ക് ചെയ്ത സമയത്ത് നമുക്ക് താഴത്തേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ലഭിക്കുകയാണ്. അപ്പോൾ ഓപ്പർച്യൂണിറ്റി ലഭിക്കുമ്പോൾ താഴത്തെ പൊസിഷൻ നമ്മൾ ഇവിടുന്ന് എൻ്റർ ചെയ്യുന്നു. ഓക്കെ, നമുക്ക് പി ചാർട്ടിലേക്ക് പോകാം. പി ചാർട്ട് ഈ ഡേറ്റ് നോക്കാം. 14 ജൂലൈനാണ് ബ്രേക്ക് സംഭവിക്കുന്നത്. ഓക്കെ, ഇതിലല്ല, പ്രൈസിലല്ല നോക്കേണ്ടത്. 14 ജൂലൈയിൽ നമുക്ക് ഇവിടെ നോക്കേണ്ടത്. സോറി, എക്സ്ട്രീംലി സോറി. ചാർട്ടിൽ ഇവിടെ ബ്രേക്ക് സംഭവിക്കുന്നില്ല, മറ്റടുത്ത് ഡിപ്രീസിയേഷൻ നടക്കുകയാണ്. ജൂലൈയിലല്ല, സോറി, ജൂലൈയിൽ ബ്രേക്ക് നടക്കുന്നുണ്ട്. 14 ജൂലൈയിൽ എക്സാക്ട്ലി 14 ജൂലൈയിൽ ബ്രേക്ക് നടന്നില്ലെങ്കിലും 21 ജൂലൈയിൽ ബ്രേക്ക് നടക്കുന്നുണ്ട്. 21 ജൂലൈ ആകുമ്പോഴേക്കും പ്രൈസ് വളരെ ഡിപ്രീഷിയേറ്റ് ആവുന്നുണ്ട്. അല്ല, 1041 തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ 21 ജൂലൈയിൽ പ്രീവിയസ് 4 വീക്കിലെ ലോയെ ഓൾമോസ്റ്റ് ബ്രേക്ക് ചെയ്തു എന്ന് പറയാം. ഇതിൽ നമ്മൾ ഏതാണ് ലോ എടുക്കണം എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യനാണ്. ചിലർ വിക്ക് എടുക്കും, ചിലർ ക്യാൻഡിൽസ് എടുക്കും. നമ്മളിവിടെ ക്യാൻഡിൽ എടുത്തു കരുതാം, അത് ബ്രേക്കായി. നമ്മളിവിടെ ക്യാൻഡിൽ എടുത്തു കരുതാം, അത് എപ്പോഴേ ബ്രേക്കായി. ക്യാൻഡിൽ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ നമുക്കത് നമ്മുടെ സമാധാനത്തിൽ നമ്മൾ വിക്ക് എടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി ബ്രേക്ക് വന്നു, നമ്മളിവിടുന്ന് പൊസിഷൻ വിട്ടു. നമ്മൾ ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ താഴത്തേക്ക് പൊസിഷൻ ബൈ ചെയ്യാണ്. 21 ജൂലൈയിൽ നമ്മൾ താഴത്തേക്ക് പൊസിഷൻ ബൈ ചെയ്തു. 21 ജൂലൈ ജൂലൈ 28 ജൂലൈ എന്നല്ലേ? നമുക്കിവിടെ 21 ജൂലൈക്ക് പറഞ്ഞാൽ 23 ജൂണാണ് കാണുന്നത്. ജൂലൈ അല്ലേ? സോറി. ഓക്കെ, 21 ജൂലൈ പ്രൈസ് നിൽക്കുന്നത് 542ലാണ് നിൽക്കുന്നത്. നമ്മളിവിടുന്ന് ബൈ ചെയ്യുന്നു. ഓക്കെ, ബൈ ചെയ്തിട്ട് 21 ജൂലൈയിൽ 28 ജൂലൈയിലും നെക്സ്റ്റ് 2 വീക്സിൽ നമുക്ക് പ്രോഫിറ്റ് ആണ്. 4 ജൂലൈ വരെ. ഫോർത്ത് ഓഗസ്റ്റ് വരെ. 4th ഓഗസ്റ്റിൽ നമ്മൾ എത്തുമ്പോൾ നമ്മൾ പ്രൈസ് 720 ആണ്. 720 എന്ന് പറയുമ്പോൾ നമ്മൾ എൻ്റർ ചെയ്ത പ്രൈസിൽ നിന്ന് 550യിൽ നിന്ന് 750 മൈനസ് 550 അറൗണ്ട് 00
200 പോയിന്റ്സ് ആണ് രണ്ടാഴ്ചയിൽ. അഗെയിൻ ഒരു 50,000 രണ്ടാഴ്ചയിലായിട്ട് വരുന്നത് അത്രയാണ്. പിന്നെ അവിടുന്ന് നമുക്ക് ഇവിടെ ബ്രേക്ക് ചെയ്ത് 1 2 എന്നാൽ ഇവിടെ മാർക്കറ്റ് പിന്നെ തിരിച്ച് കയറുകയാണ്. ലാസ്റ്റ് നമുക്ക് അടുത്തൊരു മാർക്കറ്റ് മുകളിലേക്ക് പോകുമെന്ന് കൺവിൻസിംഗിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യണമെങ്കിൽ ഇതിനെ ബ്രേക്ക് ചെയ്യണം. ലാസ്റ്റ് പ്രീവിയസ് 4 1 2 3 4 സോറി, മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നത് തന്നെയാണ് തോന്നുന്നത്. കാരണം സോറി ഇപ്പം നമുക്ക് പ്രീവിയസ് 4 വീക്സ് നോക്കാം. 1 2 3 4. ഇതിൻ്റെ ഹൈ ആണ് കിടക്കുന്നത്, ഇവിടെയാണ് ഹൈ കിടക്കുന്നത്, വിക്ക് ഹൈ. എന്നാൽ ക്യാൻഡിൽ ഹൈ എവിടെ കിടക്കുന്നത്? ക്യാൻഡിൽ ഹൈ യൂസ് ചെയ്യാം. സോ വാട്ട് ഐ എം സെയിങ് മീൻസ് ഇത് ഓൾറെഡി ബ്രേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പക്ക ഒരു എൻട്രി കിട്ടുന്നത് മാർക്കറ്റ് ഒന്നെങ്കിൽ തിരിച്ചതാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഗുഡ് എൻട്രി. 24935 മാർക്കറ്റ് ഇറങ്ങുകയാണെങ്കിൽ ഇവിടെ നിന്ന് അത് മുകളിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഏറെയാണ്. സംശയം നോക്കാം. പ്രീവിയസ് 4 വീക്ക് നോക്കാം. 1 2 3 4 വീക്കിലത്തെ ഹൈനെ പ്രോപ്പർ ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴും അത് വാലിഡേറ്റ് ചെയ്തൊന്നും പറയാൻ പറ്റില്ല. ഇതേ എക്സാമ്പിൾ നമുക്ക് വേറെ സ്ഥലത്ത് നോക്കാം. ഇപ്പോൾ മാർക്കറ്റിന് കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് മാർക്കറ്റ് താഴ്ന്നു പോലെ 1 2 3 4. അപ്പം ഇതിൻ്റെ എല്ലാം ലോയിനെ ഇത് ബ്രീച്ച് ചെയ്തു. പക്ഷേ ഇവിടെ ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല, വർക്ക് ചെയ്യുന്നില്ല. മാർക്കറ്റ് ഇങ്ങനെ കയറി വരികയാണ്, ഇവിടെ വരുന്നു. അപ്പോൾ പ്രീവിയസ് 4 വീക്കിലത്തെ ലോ എന്ന് പറഞ്ഞത് ഇതാണ്. അപ്പോൾ അതിൻ്റെ അടിയിലേക്ക് വിക്ക് പോയിട്ടുണ്ട്, പക്ഷേ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടില്ല. ബ്രേക്ക് ആയോ? ഇല്ല, ബ്രേക്ക് ചെയ്തിട്ടില്ല. എന്നാൽ പിന്നെ അവിടുന്ന് 1 2 3 4 1 2 3 4 പ്രീവിയസ് 4 വീക്കിലെ ഹൈ ബ്രേക്ക് ചെയ്തിരിക്കുന്നു ഇവിടെ. അങ്ങനെ ഹൈ പ്രോപ്പർലി ബ്രേക്ക് ചെയ്ത സമയത്ത് മാർക്കറ്റ് തിരിച്ചു വരാൻ കാത്തിരിക്കുന്നത് നല്ലൊരു ലക്ഷണമാണ്. മാർക്കറ്റ് തിരിച്ചു ഈ ലെവലിലേക്ക് വന്നു. ഇവിടുന്ന് മാർക്കറ്റ് പിന്നെ നമ്മൾ അത് ഹോൾഡ് ചെയ്ത് പിടിക്കുന്നു. ഒരു നിശ്ചിത ടാർഗറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ പിന്നെ വിടാം. മാർക്കറ്റ് ഹോൾഡ് ചെയ്ത് പിടിക്കുന്നു, മാർക്കറ്റ് കയറുന്നു. ഇത് വീക്കിലാണ്. ഡെയിലി ചിലപ്പോൾ നമുക്ക് ലോസ് ഉണ്ടാവും, പക്ഷെ ഇത് വീക്ക്ലി ടൈം ഫ്രെയിമിൽ എടുത്തു കഴിഞ്ഞാൽ അത് ലാഭമായിരിക്കും. ഇത് ചെറിയ ലൈക്ക് ഡിസംബർ പുട്ട്സ് അല്ലാതെ ഏപ്രിൽ പുട്ടിലൊക്കെ ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, നമുക്കൊരു റെഫറൻസ് പോയിന്റ് എടുക്കാം, റീസെൻറ്റ് പോയിന്റ്സിന് എടുക്കാം. ഓക്കെ, ഇവിടെ ഒന്നിൻ്റെയും ഹൈ ബ്രേക്ക് ആയിട്ടില്ല കേട്ടോ. ഈ ക്യാൻഡിൽ എടുത്തു കഴിഞ്ഞാൽ 1 2 3 4 ഹൈ പ്രോപ്പർലി ബ്രേക്ക് ആയി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്ലൈറ്റ്ലി ബ്രേക്ക് ആയിട്ടുണ്ട് വേണമെങ്കിൽ പറയാം. ക്യാൻഡിൽസ് എടുക്കണം, പക്ഷേ വിക്ക് എടുക്കണമെങ്കിൽ ബ്രേക്ക് ആയിട്ടില്ല. ഈ ക്യാൻഡിൽ എടുത്തു കഴിഞ്ഞാൽ 1 2 3 4 ഇത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് 4 ക്യാൻഡിൽസും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് ഡൗൺ നമുക്ക് കിട്ടിയത് ഒരു ബുള്ളിഷ് സ്ട്രക്ചറാണ്, ബുള്ളിഷ് ക്യാൻഡിലാണ് കിട്ടിയത്. മാർക്കറ്റ് പിന്നെ മുകളിലേക്ക് കയറുന്ന ചിത്രമാണ് കണ്ടത്. സോ നമുക്ക് ഇതിനെ ഇൻഡിപെൻഡൻ്റ് എടുക്കാൻ പറ്റില്ല. ഇറ്റ് ഹാസ് ടു ബി വെരിഫൈഡ് വിത്ത് അതർ ഫാക്ടേഴ്സ് ആസ് വെൽ. നമുക്കൊരു റീസെൻറ്റ് എക്സ്പയറി അധികം നീളമില്ലാത്ത ഒരു റീസെൻ്റ്ലി എക്സ്പയർ ആവുന്ന ഒരു ഇത് വെച്ച് ചെയ്ത് നോക്കാം.
സെപ്റ്റംബറിൽ സെപ്റ്റംബറിൽ തന്നെ ഇത് സെപ്റ്റംബർ എക്സ്പയറി അല്ലേ? 25/9/16 16 എക്സ്പയർ ആവുന്നതാണ് അല്ലേ? നമുക്ക് നോക്കാം. 1 2 3 4. ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് നമുക്കത് സെപ്റ്റംബറത്തെ 1 2 3 4 നമുക്കത് എടുക്കാൻ പറ്റില്ല. കാരണം പ്രോപ്പർ ഡാറ്റ അല്ല അവിടെ, പ്രോപ്പർ ക്യാൻഡിൽസ് ഇല്ല. 1 3 ഹൈ കൺക്ലൂസീവ്ലി ബ്രേക്ക് ചെയ്യുന്നുള്ളൂ. സോ പുറകിലേക്ക് പോകാനും പറ്റില്ല, ഒന്ന് ഫ്രണ്ടിലേക്ക് പോവാം. ഓഗസ്റ്റിലേ ഉണ്ട് അല്ലേ? ഓഗസ്റ്റിൽ നോക്കാം. ഓക്കെ, 1 2 3 4 1 1 2 3 4. അപ്പോൾ 1 2 3 ഈ ക്യാൻഡിൽ മൺഡേ 28 ജൂലൈ ക്യാൻഡിൽ ഈ പ്രീവിയസ് ക്യാൻഡിൽസിനെ ഒക്കെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് 4th ഓഗസ്റ്റിൽ ഒരു ക്യാൻഡിൽ ഫോം ചെയ്യുന്നുണ്ട്. ഐഡിയലി സ്പീക്കിംഗ് നമ്മൾ താഴത്തേക്കുള്ള പൊസിഷൻ എടുക്കുകയായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യും മാർക്കറ്റ് ഇതുവരെ എത്താൻ ഒക്കെ നമ്മൾ വെയിറ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് എടുക്കാൻ വേണ്ടി. ഓക്കെ, മാർക്കറ്റ് ഇങ്ങോട്ടേക്ക് എത്തിയെന്ന് 25th ഓഗസ്റ്റിൽ അങ്ങോട്ടേക്ക് എത്തി. ഇപ്പോൾ 25th ഓഗസ്റ്റ് ഉണ്ടോ നോക്കാം. ഓക്കെ, 25th ഓഗസ്റ്റിലുണ്ട്. ഇന്ന് പ്രൈസ് കയറി 295 നിന്നും 610 രൂപയിലൊക്കെ കയറി. 290 ആ വീക്കിൽ, ഇന്ന വീക്ക് 295 നിന്നും ഞാനൊന്ന് കാൽക്കുലേറ്റ് ചെയ്യട്ടെ. 610 ഒരു വീക്കിൽ ഒരു ലോട്ടിൻ്റെ മേലെ 23,625 റുപ്പീസ് വന്നു. ഇതിനു വേണ്ടി ചിലവാക്കേണ്ടി വന്നത് 50,750 റുപ്പീസ്. 15,750 റുപ്പീസിൽ നമ്മൾ ആ ടൈം പീരീഡ് എന്ന് പറയണം. ടൈം പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്വൻറ്റി ഫിഫ്ത്ത് ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ 8 വരെയാണ് അല്ലേ? അല്ല, 1 സെപ്റ്റംബർ വരെ. 25th ഓഗസ്റ്റ് മുതൽ 1 സെപ്റ്റംബർ വരെ. അപ്പോൾ നമുക്ക് ഡെയിലി ഇട്ട് നോക്കി കഴിഞ്ഞാൽ 25th സെപ്റ്റംബർ 25th ഓഗസ്റ്റ്. ഓക്കെ, 25th ഓഗസ്റ്റിൽ അറൗണ്ട് 380 സംതിങ്ങിലാണ് പ്രൈസ് കിടന്നത്. അത് നന്നായി ഉയർന്നു, 630 വരെ വന്നു. 630 വന്ന ശേഷം അത് വന്നത് സെപ്റ്റംബർ 1 വന്നത്. അതിന് മുൻപ് തന്നെ നമുക്ക് ആദ്യത്തെ 1-2 ദിവസത്തിൽ തന്നെ പ്രൈസ് റിയലൈസേഷൻ സംഭവിക്കുന്നുണ്ടാവും, പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താം. പിന്നീട് അത് താഴത്തേക്ക് വരുന്ന കാഴ്ച കണ്ടത്. അപ്പോൾ ഈ തിയറി ഇവിടെ നമ്മൾ വെയിറ്റ് ചെയ്തത്, ഈ പോയിന്റിൽ നിന്ന് താഴത്തേക്ക് എടുക്കാൻ വെയിറ്റ് ചെയ്തത് നന്നായി. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് എന്താ? അതിൻ്റെ ലോ ഇതിനെ ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക ചെയ്തു. അപ്പോൾ നമുക്കത് അന്നത്തെ ദിവസം അത് കണ്ടിന്യൂ ചെയ്യാൻ കഴിയില്ല. ആ വീക്കിലെ ലോയിനെ ബ്രേക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ
ഏതാണ് 25th ഓഗസ്റ്റിലല്ലേ? ഒന്ന്, രണ്ട്, മൂന്ന്, നാല്. പിന്നെ മാർക്കറ്റ് താഴേക്കുള്ള ഡൗൺ പാതയിലാണ് പോയത്. നമ്മൾ ഇവിടുന്ന് ഇതാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് കരുതാം. നമ്മൾ എൻട്രി ചെയ്ത് 233 നമ്മൾ എൻട്രി ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് കരുതും, ചുമ്മാ കരുതും. മാർക്കറ്റ് അവിടെയും വന്ന് ഇപ്പം മാർക്കറ്റ് നിൽക്കുന്നത് 80 അപ്പോൾ 250 മൈനസ് 80, 12,750 റുപ്പീസിൻ്റെ ലോസാണ് ഒരു ദിവസം വന്നിരിക്കുന്നത്. ഒരു ദിവസം ഒരാഴ്ചയിലായിട്ട് വന്നിരിക്കുന്നത്. മാർക്കറ്റ് ഇനി വരാൻ പോണത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാൻഡിലിനോട് നോക്കുക. 1 2 3 4 ഫിഫ്ത്ത് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തിട്ടില്ല. എന്നാൽ ഈ പോയിന്റിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ എൻ്റർ ചെയ്തു. ഇവിടെ എൻ്റർ ചെയ്യുന്നതിന് പകരം ഇവിടുന്ന് നമുക്ക് ഡാറ്റ ഇല്ലാത്ത നമ്മൾ ഇവിടുന്ന് എൻ്റർ ചെയ്തില്ല എന്ന് അസ്യൂം ചെയ്തു. നമ്മൾ തിരിച്ച് ഈ ലെവലിലേക്ക് വന്നപ്പോൾ എൻ്റർ ചെയ്തു. മാർക്ക് തിരിച്ച് ഈ ലെവലിലേക്ക് വന്നപ്പോൾ ഇവിടെ നമ്മൾ എൻ്റർ ചെയ്തു. അത് നല്ല പോലെ മാർക്ക് താഴേക്ക് വരും. എന്നാൽ മാർക്ക് താഴേക്ക് വന്ന പ്രീവിയസ് 4 സെഷൻസിൻ്റെ ലോനെ ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. അവിടെയാണ് പോയിന്റ്. ആ ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല മാത്രമല്ല പിന്നത്തെ വീക്കിൽ അത് ക്യാൻഡിൽസ് റിമൂവ് ചെയ്യാൻ ചെയ്തു. ഇപ്പം നമുക്ക് ഐഡിയലി സ്പീക്കിംഗ് വി ഡോണ്ട് ഹാവ് എ ട്രേഡ്. ഇവിടെ ഒരു ക്യാൻഡിൽ, 2 ക്യാൻഡിൽ, 3 4 ക്യാൻഡിൽ. ഇതിൻ്റെ ഈ 4 ക്യാൻഡിലിൻ്റെ പ്രീവിയസ് ഹൈനെ ഈ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ ദർ ഇസ് എ ഗുഡ് പോസിബിലിറ്റി ദാറ്റ് മാർക്കറ്റ് വിൽ ബി ഗോയിങ് അപ്പ്. മാർക്കറ്റ് നല്ലൊരു ഹൈയിൽ പോകാൻ സാധ്യത. അത് നമ്മൾ ഇവിടുന്ന് എൻ്റർ ചെയ്യുന്നു. 93 എൻ്റർ ചെയ്യുന്നു. ഓക്കെ, അല്ലെങ്കിൽ നമുക്കത് ഇത് എക്സ്പയറിയോട് അടുത്തതായ കാരണം ഡിപ്രിസിയേഷൻ ഹൈ ആയിരിക്കും. സോ അഗൈൻ വി ക്യാൻ ഷിഫ്റ്റ് ടു ഡിസംബർ പുട്സ്. സോ ഡിസംബർ പുട്ടിലേക്ക് വീണ്ടും നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. ഇപ്പോൾ ഇത് ഇവിടുന്ന് ഒരു ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട്. പ്രീവിയസ് 4 ക്യാൻഡിൽസിൻ്റെ ഹൈനെ ബ്രേക്ക് ചെയ്ത് കൺക്ലൂസീവ് ബ്രേക്ക് ചെയ്തിട്ട് മറുബോസയാണ്. ഞാൻ വേറെ നോക്കുന്നില്ല. 1 2 3 4 ഇന്ന് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് തരാൻ പോകുന്നത് ക്യാൻഡിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് എൻ്റർ ചെയ്യണം. 953 into 75 നമ്മൾ എൻ്റർ ചെയ്യുന്നു. നമ്മൾ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 636 ആയിരിക്കും. $23,775 പോയിന്റ് ആയിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ്. ഓക്കെ, നമ്മളിവിടുന്ന് എൻ്റർ ചെയ്യുന്നു. മാർക്കറ്റ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ എൻ്റർ ചെയ്യുന്നു. 953 എൻ്റർ ചെയ്യുന്നു. അല്ലെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. മാർക്കറ്റ് ഈ പോയിന്റിലേക്ക് വരുന്ന സമയത്ത്, ഇവിടേക്ക് വരുന്ന സമയത്ത് നമുക്ക് എൻ്റർ ചെയ്യാം. ഇവിടുന്ന് എൻ്റർ ചെയ്ത ശേഷം ഫസ്റ്റ് വീക്ക് നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. പ്രോഫിറ്റ് റിയലൈസ് ചെയ്യുന്നു. ഇത് നോക്കാം, ഇതെങ്ങനെയാവും നോക്കാം. അപ്പോൾ റൈറ്റ് നൗ മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിലാണെന്നാണ് എൻ്റെ ധാരണ. അക്കോർഡിംഗ് ടു ദ മെത്തേഡ്, 4-week method, no market has a reason to go up. അത് ചെറിയ ഇതിൽ എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യുന്നുള്ളത് മാത്രമാണ് നോക്കേണ്ടത്. ഇപ്പോൾ പ്രൈസ് കിടക്കുന്നത് 90 റുപ്പിയിലാണ്. ഇനി ഓൾമോസ്റ്റ് ഒരു 3 ദിവസമേ ഉള്ളൂ എക്സ്പയറി. അപ്പോൾ അത് എത്രത്തോളം അത് ഉയരും എന്നുള്ളത് അറിയില്ല. 333 നിന്ന് താഴേക്ക് വന്നത്.
312 ഉണ്ടായിരുന്നു, ഒരൊറ്റയടിക്ക് 600 പോയി, പിന്നെ താഴേക്ക് വന്നു. മാർക്കറ്റ് ഉയരുമ്പോൾ താഴേക്ക് വരികയാണ്. ഇതിപ്പോൾ ഇവിടെ നല്ലൊരു പ്രൈസിലാണ് നിൽക്കുന്നത്. 56.45 നിന്ന് ഇത് 90ലേക്ക് പോയിട്ടുണ്ട്, 2x ആയിട്ടുണ്ട്. ഇതിവിടെ നിന്ന് 375ലേക്കൊക്കെ പോകുമെന്നുള്ളതാണ് ചോദ്യം. ഈ വീക്ക് കഴിഞ്ഞിട്ടുണ്ടോ? സെപ്റ്റംബർ 1, സെപ്റ്റംബർ 8 വീക്ക് കഴിഞ്ഞല്ലോ അല്ലേ? നോക്കാം. 18, 19, 20, 21, 22, 23, 24, 25, 27, 28, 29, 30, 31, സെപ്റ്റംബർ 1, സെപ്റ്റംബർ 1 7 ദിവസം 8 കഴിഞ്ഞു. 9, 10, 11, 12, 13. നെക്സ്റ്റ് ക്യാൻഡിൽസ് ഇവിടെ കാണേണ്ടതാണല്ലോ. 8, 9, 10, 11, 12, 13. പതിനാല് കൂടെ വരും. ഇതിൻ്റെ എക്സ്പയറി എന്ന് പറഞ്ഞത് 16-നാണ്. ഇത് വീക്കിലി ആണ്. 9, 10, 11, 13, 14, 15. സെപ്റ്റംബർ 16. എനിഹൗ ഇവിടെ ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട്. ഫൈൻ. സോ ദാറ്റ്സ് ഇറ്റ്. പറഞ്ഞു പോകുന്നത് സിമ്പിളാണ്. 4 വീക്ക് മെത്തേഡ് പ്രകാരം പൊസിഷൻസ് എടുക്കുന്ന ഒരു ബ്രേക്ക് ഔട്ട് പരിപാടിയുണ്ട്. അതിനെ പറ്റിയിട്ട് കൂടുതൽ പഠിക്കുക. Everything will be fine. Bye.